നമുക്കിന്ന് ഒരു ബിരിയാണിയുടെ ഓർഡർ ഉണ്ട്. അത് 85 ആളുടെയാണ് എനിക്ക് ഓർഡർ ഉള്ളത്. അപ്പോൾ വൈകിട്ടുണ്ട് ഓർഡർ. അപ്പോൾ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റിൽ പോയതാണ്. അപ്പോൾ എൻ്റെ കാലൊന്ന് ചെറുതായി തട്ടിയിട്ട് എനിക്ക് ഒരു പൊട്ടൽ വീണു കാലിൻ്റെ വിരലുമ്മേ. അപ്പോൾ ഞാൻ പ്ലാസ്റ്റർ ഇട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സുരച്ചേട്ടനും ഗിരിജ ചേച്ചിയും ഉണ്ട്, എൻ്റെ കൂട്ടുകാരിയുടെ ചേച്ചിയാണ്. അവരാണ് എന്നെ ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഞാനിന്ന് ഓർഡറിൻ്റെ റെസിപ്പിയാണ് ഇട്ടിട്ടുള്ളത്. റെസിപ്പി ആയിട്ടൊന്നും പറഞ്ഞില്ല, ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ചിക്കൻ റോസ്റ്റൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാട്ടോ ബിരിയാണിയുടെ കാര്യങ്ങൾ. സുരേട്ടാ ഹായ് പറഞ്ഞേ. സുരേട്ടാ ഹായ്. ഹായ്. ആ ഗിരി ചേച്ചിയെ ഒന്ന് പറഞ്ഞോ, ഹായ് പറഞ്ഞോ. ആ ഹായ്. ആ ഗിരി ചേച്ചി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാനിവിടെ ഇരുന്നിട്ടാണ് എല്ലാം പറയുന്നത്. സുരേട്ടന് ഒരുവിധം അറിയാം, ഗിരി ചേച്ചി ആദ്യമായിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോ അങ്ങനെ കാണാട്ടോ. ഞാനിനി ബിരിയാണി വെക്കുമ്പോൾ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഓക്കെ. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ സബോള 6 സബോള, 4 ക്യാരറ്റ്, പിന്നെ 100 ഗ്രാം മല്ലി, ഗ്രാമ്പു, പട്ട, തക്കോലം, പെരിഞ്ചീരകം എല്ലാം കൂടി ഒരു 100 ഗ്രാമിൻ്റെ അടുക്കാൻ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ സുരച്ചേട്ടൻ്റെ ഏനോ അരി ഇടാണ് കേട്ടോ. പാത്രത്തിൽ അളവെടുക്കണേ. 12 കിലോ അല്ല, 12 അല്ല, അത് വീഡിയോ സുരച്ചേട്ടൻ അരി അളന്നിട്ടിട്ടുണ്ട് കേട്ടോ. 14 കിലോനാണ് അരി വയ്ക്കണേ. ഒരു പാത്രം അരിക്ക് 1.25 പാത്രം വെള്ളം വയ്ക്കുന്നുണ്ട്. ഒരു വെള്ളം വെച്ചതിന് ശേഷം കുറച്ച് നേരം അരി ഒരു 5 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കും. എന്നിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുക കേട്ടോ. സുരച്ചേട്ടൻ ദേ അരി കഴുകണം കേട്ടോ. അപ്പോൾ ദേ വീഡിയോ എടുക്കാന്ന്. ദേ വെള്ളം പിടിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം സുരേട്ടൻ പറഞ്ഞോട്ടെ, സുരേണ്ട വക. ചിരട്ടിയുണ്ടോ നമുക്ക് കത്തിക്കാൻ? കനൽ ഉണ്ടാവണം, ഇല്ലെങ്കിൽ പെട്ടു. ഫുള്ളുണ്ടല്ലോ നമുക്ക് അരി. ആ മതി 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 മതി. ഞാൻ അവിടെ വെക്കി. എന്നിട്ട് സുരചേട്ടൻ ഇതൊക്കെ ഇട്. ചേച്ചി അത് നിർത്തിക്കോട്ടാ. അരിയിലെ വെള്ളമാകുമ്പോൾ നിർത്ത്. അപ്പം ഇങ്ങനെ ഗ്യാസ് കത്തിച്ചുട്ടാ. ഓയിലൊടിച്ച് ഓയിൽ ഇനി അവിടെ ഇരിക്കണില്ലേ? പൊട്ടന ഓയിൽ ഒഴിക്കാണ്. നമുക്കൊരു 1.25 പാക്കറ്റ് ഓയിൽ വേണം കേട്ടോ. ഒരു പാക്കറ്റ് കൊണ്ട് എടുക്കണ്ടേ? കഴുകിക്കോട്ടെ ചേച്ചി. അരി 4 വട്ടം കഴുകണം. എന്നിട്ട് പതുക്കെ വെള്ളം നന്നായി കഴുകിയിട്ട് എന്താ പറയുക, ആ വെള്ളം ഊറ്റി കളയണം കേട്ടാ. അരി പോവാതെ ഊറ്റിയോളോ. നിർത്ത് ചേച്ചി, പൈപ്പ് നിർത്ത്. എന്നിട്ട് കഴുകു, നന്നായി തിരുമ്പി കഴുകു. ഒരു പാക്കറ്റ് 1.25 പാക്കറ്റ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടാ. എല്ലാം ഒഴിച്ചോ. നമ്മളിതൊരു ഓർഫനേജിലേക്കാണ് ഓർഡർ പറഞ്ഞിട്ടുള്ളത്. ഓട്ടിസം ആയിട്ടുള്ള കുട്ടികൾക്കാണ് ഒരു പാർട്ടി പറഞ്ഞിട്ടുള്ള ഓർഡറാണ്. അത് കാരണം നമ്മൾ നമ്മുടെ വക കുറച്ചും കൂടി കൂടുതൽ അവർക്ക് കൊടുക്കുകയാണ്. ഒരു 300 ഗ്രാമോളം നെയ്യ് ഒഴിക്കും സുരേട്ടാ. നിർത്ത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിളും മസാലകളും അതിൽ നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വിട്ടുപോയതാണ്. ഇട്ടോളൂ. മസാല ഇടാൻ പോവാണ് കേട്ടോ. പൈനാപ്പിൾ ഇട്ടിട്ടുണ്ട്, നട്ട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയ കാര്യമാണ്. അപ്പോൾ മുന്തിരിയും അണ്ടിപ്പരിപ്പും പൈനാപ്പിളും വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സബോള,
പിന്നെ മസാലകൾ പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു, തക്കോലം, ഏലക്കായ ഞാൻ ഇടാറില്ല. തീയൊന്ന് തിരിച്ച് കൂട്ടിയേ. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ വെള്ളം ഒഴിക്കും. ഈ വെള്ളം ഒഴിക്കും സാറേട്ടാ, വെള്ളം ഒഴിക്കും. ഒരു പാത്രം നമ്മൾ വെച്ചായിരുന്നു, ഇതേപ്പോൾ 1.25 പാത്രം നിർത്തിക്കും. അപ്പോൾ ഒരു 3/4 പാത്രം വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് ഇടുന്നുണ്ട്, കല്ലുപ്പിട്ടിട്ട്, കല്ലുപ്പാണ് ഇടുന്നത്. നമ്മുടെ വെള്ളത്തിന് തൊട്ട് മുന്നിലായിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് നിൽക്കണം, ഉപ്പ് നിൽക്കണം. വെള്ളം തിളയ്ക്കട്ടെ. ഉപ്പ് സുരട്ട അവിടുന്ന് പാക്കറ്റ് പൊട്ടിക്കും, കല്ലുപ്പിൻ്റെ കേട്ടാ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചെറിയ അളവിൽ ഞാൻ ബിരിയാണി കാണിക്കുന്നതായിരിക്കും. ഞാൻ വെക്കിനോട് പറയില്ല, അടിപൊളി ബിരിയാണിയാണ്. കയ്യിലേക്ക് എടുക്കുക സുരട്ടാ, കയ്യിലേക്ക് എടുക്കുക. ആ ഉപ്പന്നെ കയ്യിലേക്ക് എടുക്കുക. ഞാൻ പറയാം, ഇങ്ങോട്ട് തിരിഞ്ഞേ. ആ ഇട് 2 ഇട്ടോ. 2 കൈ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ. ഇനി കുറവ് നോക്കിയിട്ട് അതിലത്തെ ഉപ്പിൻ്റെ ഇത് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഇടാം കേട്ടോ. ആ ഉപ്പ് കുറച്ച് പോരായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 കൈ ഉപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു പിടിയും കൂടി സുരട്ട ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിരിക്കും.